മലയാളത്തിലെ മിസ്റ്ററി ത്രില്ലർ ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യ 5-ൽ വരുന്ന ചിത്രമാണ് എം.ടിയുടെ രചനയിൽ വി.കെ. പവിത്രൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി, സുപർണ, സുകുമാരൻ, പാർവതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഉത്തരം. 1989-ൽ ഇറങ്ങിയ ചിത്രം ഡാഫേ ഡു മൊറിയറിൻ്റെ നോ മോട്ടീവ് എന്ന ചെറുകഥയുടെ അഡാപ്ഷനാണ്. രാമചന്ദ്ര ബാബു സിനിമാറ്റോഗ്രാഫിയും ജോൺസൺ മാഷ് സംഗീതവും നിർവഹിച്ചിരിക്കുന്ന ചിത്രം 1989 മെയ് മാസത്തിലാണ് റിലീസായത്. സുവർണ അവതരിപ്പിച്ച സെലീന ജോസഫ് എന്ന എഴുത്തുകാരുടെ ആത്മഹത്യ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. തുടർന്ന് സെലീനയുടെ ഭർത്താവായ മാത്യുവിൻ്റെ ഫ്രണ്ടായ ജേർണലിസ്റ്റ് ബാലചന്ദ്രൻ സെലീനയുടെ ആത്മഹത്യയുടെ കാരണം അന്വേഷിക്കുന്നതുമാണ് സിനിമയുടെ പ്രമേയം. സാധാരണ ത്രില്ലർ ചിത്രങ്ങളെ പോലെ വളരെ വേഗത കൂടിയ ഒരു ചിത്രമല്ല ഉത്തരം. വളരെ പതിഞ്ഞ താളത്തിൽ പോകുന്ന വളരെ സ്ലോ ബേണിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രമാണ് ഉത്തരം. ത്രില്ലർ പ്രേമികളുടെ വാച്ച് ലിസ്റ്റിൽ എന്തായാലും ഇടം പിടിക്കാൻ പറ്റുന്ന ചിത്രം തന്നെയാണ് ഉത്തരം. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ ഷോക്കിംഗ് ആണ്. എന്തായാലും ആ ക്ലൈമാക്സ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ചിത്രം കണ്ടവർക്കതറിയാം, കാണാത്തവർ എന്തായാലും കാണുക. ഫോർഷാഡോയിങ് പോലുള്ള സിനിമാ സങ്കേതങ്ങൾ വളരെ വിദഗ്ധമായി പ്ലേസ് ചെയ്ത സിനിമ കൂടിയാണ് ഉത്തരം. ഇതിൽ എം.ടിയുടെ രചനാശൈലിയും വി.കെ. പവിത്രൻ്റെ സംവിധാനവും എടുത്തു പറയേണ്ടതാണ്. പതിഞ്ഞ താളത്തിൽ പോകുന്ന സിനിമ വളരെ മെല്ലെ മെല്ലെ കാണുന്നവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും സംവിധാനവും രൂപപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൽ എക്കൊന്നും വേണ്ടത്ര രീതിയിൽ ഒരു പരാമർശം ലഭിക്കാത്ത ഒരു ചിത്രമായി ഉത്തരം മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ സമയത്തൊന്നും അല്ലെങ്കിൽ ഇക്കാലത്തൊന്നും അധികം ഉത്തരത്തെ അധികാരം പരാമർശിച്ചിട്ടും കണ്ടിട്ടില്ല. എന്തായാലും ത്രില്ലർ ചിത്രങ്ങളുടെ ഗണത്തിൽ 1-ാം സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ചിത്രം തന്നെയാണ് ഉത്തരം. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. മമ്മൂക്കയുടെയും സുകുമാരൻ്റെയും അപർണയുടെയും പാർവതിയുടെയും ഒക്കെ ഗംഭീര പെർഫോമൻസാണ് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഫോൾട്ടി സ്കൂളിൽ മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം.